ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിനെതിരെയുള്ള നടപടി ഒഴിവാക്കാൻ ഉടമ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് കുരിശ് നിർമ്മിച്ചത്. 24 ആണ് കയ്യേറ്റ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 24 ഇംപാക്ട്. പരുന്തുംപാറയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയൻ തത്സമയം. രാഹുൽ, ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. അതിനുശേഷം ഇപ്പോൾ നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരിക്കുകയാണ്. കുരിശ് അവിടെ നിന്ന് പൊളിച്ചു നീക്കിയോ പൂർണ്ണമായും? അനുജ, ഈ പരുന്തുംപാറയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നടപടിയാണ് ഈ തൃക്കൊടിത്താനം സ്വദേശി, അതായത് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ടിനോട് ചേർന്ന് ഈ ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ച കുരിശാണ് ഇപ്പോൾ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത്. ഈ കുരിശിന് ഒരാഴ്ചത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസം 28-ാം തീയതി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, കയ്യേറ്റ വാർത്തയുമായി ബന്ധപ്പെട്ട് 24 സംഘം ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഇങ്ങനെ ഒരു കുരിശ് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊടുത്ത വാർത്തയ്ക്ക് പിന്നാലെ ഇവിടെ നടക്കുന്ന റിസോർട്ടിന്റെ എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുകൊണ്ട് പണിതിരിക്കുന്ന കുരിശായിരുന്നു ഇത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പീരുമേട് താലൂക്കിലെ 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. മഞ്ചുമല, പീരുമേട്, വാഗമൺ എന്നീ വില്ലേജുകളിലെ 5 സർവേ നമ്പറുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ 441 സർവേ നമ്പറിൽ പെടുന്ന സ്ഥലത്താണ് ഈ കുരിശ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് ഉദ്യോഗസ്ഥ ഒത്താശ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയരുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് പിന്നാലെ കളക്ടർ അടിയന്തരമായി ഈ കുരിശ് പൊളിച്ചു നീക്കാൻ ഉത്തരവിടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആദ്യത്തെ നടപടി എന്നോണം സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് അറിയേണ്ടത്. ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അത് റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കാൻ ഒരു അവസാനവട്ട നിർദ്ദേശം എന്ന പോലെ സജിത്ത് ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല എന്ന് തെളിഞ്ഞതാണ്. എങ്കിൽ കൂടിയും ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അടിയന്തരമായിട്ട് ഈ റിസോർട്ട് ഉൾപ്പെടെ പൊളിക്കുന്ന ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തു. ഈ റിസോർട്ട് ഇവിടെ കുരിശിരുന്നതിന്റെ ഒരു 100 മീറ്റർ മാത്രം, ഒരു 50 മീറ്റർ മാത്രം അകലെ മാത്രമാണ് ഈ റിസോർട്ട് ഉള്ളത്. അതിനോട് ചേർന്ന് ഈ കുരിശ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതചിഹ്നത്തെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു ഒഴിപ്പിക്കൽ നടപടി അല്ലെങ്കിൽ ഇത്തരം ഒരു പൊളിക്കൽ നടപടി ഉണ്ടാകില്ല എന്ന് സജിത്ത് ജോസഫ് കരുതി കാണും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം നടന്നതെന്ന് നിസ്സംശയം പറയാം. അത് റവന്യൂ ഉദ്യോഗസ്ഥരും ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ 2 ആളുകൾ നമ്മളെ കണ്ടു. അവർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ ആ ദൃശ്യങ്ങൾ ഈ കോമ്പൗണ്ടിന് പുറത്തു നിന്നാണ് ചിത്രീകരിച്ചത്. റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടി തന്നെ ദൃശ്യങ്ങൾ പകർത്തിയതാണ്. പുറത്തു നിന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവർ നമ്മുടെ ചിത്രങ്ങൾ എടുക്കുകയും നിങ്ങളെ കാണിച്ചു തരാം, ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. എന്തായാലും ആ ആളുകളോട് കൂടി പറയുകയാണ്, നമ്മൾ എടുത്ത ദൃശ്യം ഉപയോഗിച്ച് എന്തായാലും ഇവിടെ ഈ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അടുത്തത് അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ, സർക്കാർ ഭൂമിയിലെ കയ്യേറ്റത്തിനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ വാർത്തകൾ തുടരുകയും ചെയ്യും. അതെ, അതാണ് ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി റിസോർട്ട് നിർമ്മിക്കുന്നു. ആ വാർത്ത പുറത്തുവിട്ടത് 24 ആണ്. അതിനുശേഷം നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുമെന്ന ഘട്ടം എത്തുമ്പോൾ ഉടമ ഒരു കുരിശ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് ഈ അനധികൃത റിസോർട്ടിന്റെ ഉടമ. അടുത്തതായി റവന്യൂ വകുപ്പ് കടക്കാൻ പോകുന്നത് അനധികൃതമായി സർക്കാർ ഭൂമിയിൽ കയ്യേറി നിർമ്മിച്ച റിസോർട്ടിനെതിരെയുള്ള നടപടിയിലേക്കാണ്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.